എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. 10ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററോട് നമ്മൾ കയറി. ചാപ്റ്റർ 2 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഒക്കെ പഠിക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു രണ്ട് ക്ലാസ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് നമുക്കത് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം അടിപൊളിയായിട്ട്. അന്നേരം ഇങ്ങനെ വേണം നമ്മളിത് പഠിക്കാൻ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെ വേണം പഠിക്കാൻ. അതോടൊപ്പം വളരെ സന്തോഷം, ഓരോ ദിവസം ക്ലാസ് എടുക്കുമ്പോഴും 10ാം ക്ലാസ്സുകാരുടെ റെസ്പോൺസ് വളരെ കൂടുന്നു. കേരളത്തിൽ ഒരുപാട് കുട്ടികൾ വാട്സപ്പിനകത്ത് യൂട്യൂബിനകത്തോടൊക്കെ കമന്റ് ഇടുമ്പോൾ കമന്റ് ഇടണം നിങ്ങൾ ഉറപ്പായിട്ടും. ഒരുപാട് അധ്യാപന രീതിയിൽ ഒരുപാട് സന്തോഷം. കൂടുതൽ പഠിപ്പിക്കാനുള്ള നമുക്കൊരു എന്താണ് ഒരു പ്രത്യേക ഒരു അതങ്ങ് കയറി വരും. അതുകൊണ്ട് നമ്മൾ നല്ല ഗംഭീരമായിട്ട് പഠിപ്പിക്കും. നിങ്ങൾ സൂപ്പറായിട്ട് മാർക്ക് വയ്ക്കാൻ വേണ്ടി പടപടാന്ന് കിട്ടും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ചെയ്തവർ വീണ്ടും ചെയ്യേണ്ട, ചെയ്യാത്തവർ ചെയ്യുക. മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. മണിയൊക്കെ അടിച്ച് നിങ്ങൾ വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. എല്ലാ ചാപ്റ്ററുകളും ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരെ ചെയ്ത് റിവിഷൻ നടത്തിയിട്ട് നിങ്ങളെ ഗിരീഷ് സാറാണ് പറയുന്നത് പരീക്ഷയ്ക്ക് വിടുന്നത് കേട്ടോ. പിന്നെ 10ാം ക്ലാസ്സുകാർ ഫിസിക്സിന് 40 മാർക്ക് മേടിക്കാൻ തയ്യാറായിരിക്കുക. അത് നമ്മളെ ഇന്നത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിലേക്ക് നമുക്ക് കടന്നില്ല. ഓക്കെ അത് നമ്മൾ ഫോക്കസ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഫോക്കസ് ഏരിയ വെച്ച് രണ്ടാമത്തെ ചാപ്റ്റർ വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല. ആകെ എന്റെ നോട്ടത്തിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്ന് പറയുന്നത് മാത്രമേ ഏകദേശം ഒഴിവാക്കിയിട്ടുള്ളൂ. അത് ഒഴിവാക്കിയിട്ടും കാര്യമില്ല. കാരണം അത് ഉപയോഗിച്ചാണ് നമുക്ക് മോട്ടറിന്റെ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ അതുകൂടെ അങ്ങ് പഠിക്കുന്നത് 1 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതുകൂടെ അങ്ങ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അന്നേരം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അന്നേരം നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം കൂടെ അങ്ങ് പഠിച്ചു പോകും. ഈ വട്ടം ഞാൻ മലയാളത്തിലൂടെ കുറച്ച് വാക്കുകളൊക്കെ പറയാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. മാഷാണ് ക്ഷമിച്ചേക്കണം കേട്ടോ. അല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത കാന്തിക ഫലം. യഥാർത്ഥത്തിൽ എന്താണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് ഫീൽഡും കറണ്ടൂടെ ഉണ്ടാകുന്ന പ്രത്യേകത. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കൊടുക്കുമ്പോൾ കറണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തോട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് സയന്റിസ്റ്റുകൾ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നേരം നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താ അറിയാമോ? മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മാഗ്നറ്റ് എന്താണ്? കാന്തം. എന്ത് കാന്തം എന്ന് പറഞ്ഞു? കാന്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയ ഒരു സബ്സ്റ്റൻസ് ആണ്. ഏറ്റവും കൂടുതൽ ആകർഷണമുള്ള ഒരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാന്തം എന്ന് പറയുന്നത്. ഇത് എല്ലാ സബ്സ്റ്റൻസിനും അട്രാക്ട് ചെയ്യും. ഒരു കാന്തം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ അട്രാക്ട് ചെയ്യും? ഒരിക്കലും ഇല്ല. കാന്തം ആകർഷിക്കുന്ന കുറേ സാധനങ്ങളാണ്. അതൊക്കെ നമുക്ക് പതുക്കെ പഠിക്കാം. അന്നേരം കാന്തം എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ആകർഷണ ശക്തിയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഏത്? മാഗ്നറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് അട്രാക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബാർ മാഗ്നറ്റ് ആണ്. പേര് കേൾക്കുമ്പോഴേ ഞെട്ടരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ബാർ അല്ല, ബാർ മാഗ്നറ്റ്. എൻ്റെ കയ്യിലൊരു പഴയ ബാർ മാഗ്നറ്റ് ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതിന്റെ കളറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. കണ്ടോ? ഇത് ബാർ മാഗ്നറ്റ് ആണ്. ബോർഡിലൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാം. ഈ കാണുന്നതാണ് ബാർ മാഗ്നറ്റ്. പ്ലസ് ടുവിനൊക്കെ നമുക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുണ്ടാകും. നേരത്തെ ഇപ്പൊ ഇല്ല. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ മാഗ്നറ്റിനെയാണ് നമ്മൾ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിന് എത്ര പോൾസ്, എത്ര ധ്രുവങ്ങളുണ്ട്? നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട് അല്ലെ? ഉത്തര ധ്രുവമുണ്ട്, ദക്ഷിണ ധ്രുവമുണ്ട്. നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ശ്രദ്ധിക്കുക. ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഉദാഹരണം പറയാം പെട്ടെന്ന്. 2 ധ്രുവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പറഞ്ഞത്?
പോൾസ് ഓഫ് എ മാഗ്നറ്റ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. പോൾസ് ഓഫ് എ മാഗ്നറ്റ്. രണ്ട് പോൾസ് ആണുള്ളത്. നോർത്ത് പോൾ, സൗത്ത് പോൾ. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും അല്ലെ. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. നോർത്ത് പോളും നോർത്ത് പോൾ, രണ്ട് നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ധ്രുവങ്ങൾ, ഒരേപോലുള്ള പോൾസ്. അതിനെയാണ് നമ്മൾ ലൈറ്റ് പോൾസ് എന്ന് പറഞ്ഞാൽ LIK, ഒരുപോലുള്ള. സൗത്ത് പോളും സൗത്ത് പോളും അതും ലൈറ്റ് പോൾസ്, ഒരേപോലുള്ള ധ്രുവങ്ങൾ. എന്നാൽ നോർത്ത് പോളും സൗത്ത് പോളും അൺലൈറ്റ് പോൾസ് ആണ്, വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളാണ് അല്ലെ. നോർത്ത് പോളും സൗത്ത് പോളും. അന്നേരം ഈ ലൈറ്റ് പോൾസിന്റെ പ്രത്യേകത, ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ. ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ. നമ്മൾ ഈ ചാർജിന്റെ കാര്യം പറഞ്ഞ പോലെ പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ് റിപ്പൽ ചെയ്തു. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ധ്രുവങ്ങൾ എന്ത് ചെയ്യാം, വികർഷിച്ചു പോകാം. എന്നാൽ വ്യത്യസ്തമായ ധ്രുവങ്ങൾ അൺലൈറ്റ് പോൾസ്, അൺലൈറ്റ് പോൾസ് അല്ലേ ഈ കിടക്കുന്ന രണ്ടാമന്മാർ നോർത്ത് പോളും സൗത്ത് പോളും, ഇവര് തമ്മിൽ ഭയങ്കര ആകർഷണമാണ്. Unlike poles attract each other. Attract each other. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ച് നിർത്തിയത്. കാരണം അറിഞ്ഞിരിക്കണം, 10ാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഒരേപോലുള്ള ധ്രുവങ്ങൾ ഉറപ്പായിട്ട് വികർഷിക്കുകയും എന്നാൽ വ്യത്യസ്തമായുള്ള ധ്രുവങ്ങൾ ഉറപ്പായിട്ടും ആകർഷിക്കുകയും ചെയ്യും. രണ്ട് നോർത്ത് പോളും രണ്ട് സൗത്ത് പോളും ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ലൈറ്റ് പോൾസ് ആണ്, അത് വികർഷിക്കും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. നോർത്ത് പോളും സൗത്ത് പോളും പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അൺലൈറ്റ് പോൾസ് ആണ്, അത് ആകർഷിക്കും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. തുടക്കം നമ്മൾ ഇൻട്രോ സൂപ്പറാക്കി. മാഗ്നറ്റ് എന്തുവെന്ന് പറഞ്ഞു, കാന്തം എന്തുവെന്ന് പറഞ്ഞു, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. ലൈറ്റ് പോൾസും അൺലൈറ്റ് പോൾസും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അത് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി. ആദ്യത്തെ ഇൻട്രോ സൂപ്പറാണ്. ഇനി നമുക്ക് അടുത്തിലേക്ക് ഓക്കെ, ഉറങ്ങരുത് കേട്ടോ. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഫിസിക്സ് ഒരുപാട് കുട്ടികൾ എനിക്ക് വാട്സാപ്പിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ മെസ്സേജ് അയച്ചു, ഭയങ്കര പാടാണ് സാർ, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്ട്സ് ബുദ്ധിമുട്ടാണ്, ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ചാപ്റ്ററുകൾ ബുദ്ധിമുട്ടാണ്, സാർ പെട്ടെന്ന് എടുത്തു തരുമോ? ഉറപ്പായിട്ടും ആഴ്ചയിൽ 5 ദിവസം ഞാൻ എടുത്തു തന്നില്ലെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസം 3 ദിവസം നിങ്ങൾക്ക് ഉറപ്പിക്കാം ക്ലാസ്സിൽ എടുത്തു തരികയും റിവിഷൻ ചെയ്തു തരികയും അടിപൊളിയാക്കി തരും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മാക്സിമം കുട്ടികളിലേക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫിസിക്സ് പഠിക്കുമ്പം ഊർജ്ജതന്ത്രം എന്നാണ് അല്ലേ. ഉറപ്പായിട്ടും ആ ഒരു ഊർജ്ജം വേണം, കണ്ടന്റ് വേണം, ബേസിക് സാധനങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇടണം. അങ്ങനെ ഒരു സാധനമാണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം. എന്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ്? ഇപ്പൊ ഇവിടെ ഒരു കാന്തം വെച്ചു, ഇവിടെ ഒരു കാന്തം വെച്ചു. കാന്തം വെച്ചാൽ ചിലപ്പോൾ ഇവിടെ വരെ അത് ആകർഷിക്കുന്നതായിരിക്കും, ഇവിടെ വരെ. ആ ഇത്രയും പ്രദേശത്തെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. അന്നേരം കാന്തത്തിന്റെ ആകർഷണമുള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. അത്രേ ഉള്ളൂ. അല്ല മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയ ആനയും ചേരുന്നൊന്നും അല്ല. അന്നേരം കാന്തം ഇവിടെ വെച്ചിട്ട് അത് ഇത്രയും ഭാഗം ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡാണ്, കാന്തിക മണ്ഡലമാണ്. ഇവിടെ വെച്ചു അത് ആകർഷിക്കുന്നില്ല എങ്കിൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് അല്ല. അന്നേരം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള സ്പേസ് അല്ലെങ്കിൽ സ്ഥലത്തെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. കാന്തത്തിന്റെ ആകർഷണമുള്ള അത്രയും സ്ഥലത്തെ പറയുന്ന പേരാണ് കാന്തിക മണ്ഡലം. അന്നേരം ഇതങ്ങ് ഉറപ്പിച്ചോണം. എന്താണെന്ന് ഇനി ഒരു സംശയം ചോദിക്കാൻ പാടില്ല, ചോദിക്കരുത് കേട്ടോ, ചുമ്മാ ചോദിക്കാം. ഇത്രേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എന്തെന്ന് മനസ്സിലായല്ലോ. കാന്തത്തിന്റെ
ആകർഷണമുള്ള സ്ഥലത്തെ പറയുന്ന പേരാണ്, മാഗ്നറ്റിന്റെ പ്രസൻസ് ഉള്ള, ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സോളിനോയിഡ്. പ്ലസ് 2 വന്നു കഴിഞ്ഞാലും പല കുട്ടികൾക്കും സത്യം പറഞ്ഞാൽ അറിയാത്ത ഒരു സംഭവമാണ് സോളിനോയിഡ്. സോളിനോയിഡ് എന്താന്ന് ചോദിച്ചാൽ തിരിച്ചു പറയും സോളിനോയിഡ്, ഇങ്ങനെ മാറും തിരിച്ചും പറയും. വളരെ സിമ്പിളായി പറഞ്ഞാൽ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ കമ്പിച്ചുരുളാണ്. നമ്മുടെ കമ്പിച്ചുരുളിനെ പറയുന്ന പേരാണ് സോളിനോയിഡ്. അതാണ് ഇങ്ങനെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. കമ്പിച്ചുരുളിനെ പറയുന്ന പേരാണ് സോളിനോയിഡ്. അന്നേരം എന്താണ് സോളിനോയിഡ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം കൃത്യമായിട്ട്. അതാണ് സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ. ഒരു ഇൻസുലേറ്റഡ് വയറാണ്, wound in the shape of a helix. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ സർപ്പിളാകൃതിയിൽ, ഇങ്ങനെ ഒരു സർപ്പിളാകൃതിയാണ് അല്ലെ, സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. ഒരു ഇൻസുലേറ്റഡ് വയറിൽ നിന്ന് കൃത്യമായിട്ടും എടുത്തേക്കുന്ന ഈ ഷേപ്പിൽ, ഹെലിക്സിന്റെ ഈ ഷേപ്പിൽ എടുത്തേക്കുന്നതിനെ പറയുന്ന പേരാണ് സോളിനോയിഡ്. Solenoid is a insulated wire wound in the shape of an helix. എന്താണ് സോളിനോയിഡ് എന്ന് കൃത്യമായിട്ട് നോക്കണം. സോളിനോയിഡ് എടുത്തേക്കുന്ന ഒരു ഇൻസുലേറ്റഡ് വയറിൽ നിന്നാണ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെലിക്സ് ആണ്, അല്ലെങ്കിൽ സർപ്പിളാകൃതിയിലാണ്. നോക്കി, മലയാളത്തിൽ സോളിനോയിഡ് സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. നമ്മൾ ഉറപ്പിക്കണം സോളിനോയിഡ്. ഈ സോളിനോയിഡിനകത്ത് കറണ്ട് കടത്തി വിടുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, നല്ല രസകരമായ മാറ്റങ്ങളൊക്കെ. അന്നേരം അറിഞ്ഞിരിക്കണം സോളിനോയിഡ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം, സോളിനോയിഡ്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. ഇതറിഞ്ഞാലല്ലേ മുന്നോട്ട് നമ്മൾ ഓരോന്ന് പോകുമ്പോൾ സോളിനോയിഡിൽ ഇന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ ഇന്നതുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സോളിനോയിഡ് അറിഞ്ഞിരിക്കണം. നമ്മൾ മാഗ്നറ്റിക് ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചതിന് ശേഷം എന്താണ് കാന്തം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല സർ. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്താണ്, അറിയത്തില്ല സാർ. നമുക്ക് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യം മുതലേ പഠിച്ചോളാം. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്, അന്നേരം മാഗ്നറ്റിക് ഫീൽഡും സോളിനോയിഡും ഓക്കെയോ. അടുത്തത് ഈ പരീക്ഷയ്ക്ക്, ഈ SSLC പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല, രണ്ടുപേർക്കും സെയിം പിക്ചറാണ്. ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. അന്നേരം ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്രത്യേകത പഠിക്കുമ്പോൾ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു അനങ്ങാത്തൊരു കല്ല് പോലെ ഇങ്ങനെ ഇരിക്കും. ചിലരില്ല അനങ്ങത്തില്ല, എന്ത് തമാശ പറഞ്ഞാലും ചിരിക്കത്തുമില്ല, ഇങ്ങനെ ഇരിക്കും. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ഫ്ലെക്സിബിൾ ആയ സാധനം. ഇനി നമുക്ക് അതിന്റെ വ്യത്യാസം പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് കൃത്യമായിട്ട്. 3 വ്യത്യാസം എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 മാർക്ക് 3 മാർക്കാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ആദ്യം ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ദി മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. പെർമനന്റ് മാഗ്നറ്റിസം ഉള്ളതാണ് ഏതിന്, ബാർ മാഗ്നറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലിനൊക്കെ ബാർ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്. പരീക്ഷണങ്ങൾക്കെല്ലാം ബാർ മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം മാഗ്നറ്റിസം പെർമനന്റ് ആണ്, കാന്തശക്തി സ്ഥിരമാണ്. ഞാൻ പറഞ്ഞ ഉറച്ച പാറ പോലെ നിൽക്കുന്ന സാധനമാണ് ആര്, ബാർ മാഗ്നറ്റ്. അടുത്തത് സോളിനോയിഡ് വരുമ്പോൾ ദി മാഗ്നറ്റ് ഈസ് ടെമ്പററി എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പററി എന്ന് പറയുമ്പോൾ ഏത് സമയം ഇളകാം, അതാണ്. കാന്തശക്തി താൽക്കാലികമാണ്. കറണ്ട് കൊടുത്താൽ അവൻ കാന്തശക്തി കാണിക്കും, കറണ്ട് കൊണ്ട് മാറ്റിയാൽ കാന്തശക്തി പോകും പെട്ടെന്ന്. അല്ലെ അന്യൻ സിനിമയിലൊക്കെ അന്യന്റെയും നമ്മുടെ റമോ, വിക്രത്തിന്റെ പല റോളുകളില്ലയോ, അമ്പി, റമോ, ഇങ്ങനെ പല രൂപങ്ങൾ പെട്ടെന്ന് മാറുന്ന പോലെയാണ് സോളിനോയിഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇവൻ കൃത്യമായിട്ടിരിക്കും ബാർ മാഗ്നറ്റ്. ആയത് എന്റെ കൂടെ തന്നെ പഠിക്കുക, മാഗ്നറ്റ് ഈസ് പെർമനന്റ്, മാഗ്നറ്റ് ഈസ് ടെമ്പററി. കാന്തികശക്തി സ്ഥിരമാണ്, കാന്തികശക്തി താൽക്കാലികമാണ്. ഓക്കെ, രണ്ടാമത് ദി പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്. കറണ്ടിന്റെ കൊടുത്താൽ പോലും അതിന്റെ യാതൊരു വ്യത്യാസവും, അതിന്റെ കാന്ത ധ്രുവതയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നേയില്ല. കൃത്യമായിട്ട് സ്ഥിരമാണ്, പൊളാരിറ്റിക്ക് യാതൊരു ചേഞ്ചും വരുത്തേയില്ല എത്ര കറണ്ട് കൊടുത്താൽ. എന്നാൽ ദി പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ റിവേഴ്സിംഗ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ്.
കറന്റിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ പൊളാരിറ്റിക്ക് വ്യത്യാസം വരും. സോളിനോയിഡ് കണ്ടോ, എപ്പോഴും മാറ്റമുണ്ട്. അന്നേരം ധ്രുവത സ്ഥിരമാണ്, വൈദ്യുതി ദിശ മാറുമ്പോൾ ധ്രുവതയും മാറും. അന്നേരം അതൊരു താൽക്കാലികമാണ്. പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്. ഏത് ബാർ മാഗ്നറ്റ്. സോളിനോയിഡ് ആകുമ്പോൾ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം ബൈ റിവേഴ്സിംഗ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. രണ്ട് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ ഡിഫറൻസ് നോക്കിയോ. മൂന്നാമത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കനോട്ട് ബി ചേഞ്ച്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാന്തശക്തി ഒരിക്കലും മാറ്റാൻ സാധിക്കത്തേയില്ല. ഏതിന്? ബാർ മാഗ്നറ്റ്. പക്ഷെ ഇവൻ മാറും. നോക്കിയേ, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ്. കാന്തശക്തി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഏത്? സോളിനോയിഡ്. ഇപ്പൊ നിങ്ങൾ അതൊന്ന് ഫ്രെയിം ചെയ്ത് പഠിച്ചോണം. നോക്കിയേ, കാന്തശക്തി ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ കാന്തശക്തി ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കും, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഏത് ഉപയോഗിച്ചാൽ? സോളിനോയിഡ്. എന്നാൽ ബാർ മാഗ്നറ്റിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. അന്നേരം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. ബാർ മാഗ്നറ്റ്, സോളിനോയിഡ്. ഇനി നമുക്ക് പഠിക്കാനുണ്ട് സോളിനോയിഡിന്റെ പ്രത്യേകത. സോളിനോയിഡ് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നു. തമ്മിലുള്ള ബാർ മാഗ്നറ്റ് സോളിനോയിഡ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു തന്നു. ഇനി സോളിനോയിഡിന്റെ ശക്തി അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ വാ. അടുത്തത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ കാന്തശക്തി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? നമുക്ക് ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് കുടിക്കാൻ, ലേഹ്യം കഴിക്കാൻ, ഇങ്ങനെ പലതും ഉള്ള പോലെ സോളിനോയിഡിന്റെ കാന്തശക്തി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ഈ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചിരുക. നോക്കി എങ്ങനെ ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ. നോക്കി, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് കൂട്ടിയാൽ മതി. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രത കൂടുന്നതനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? സോളിനോയിഡിന്റെ കാന്തശക്തി സ്വാധീനിക്കും. ശരിക്കും വൈദ്യുത പ്രവാഹ തീവ്രത കുറെ കൂടുന്നതിനനുസരിച്ചും എപ്പോഴും സോളിനോയിഡിന്റെ കാന്തശക്തിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അന്നേരം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് തന്നെയാണ്. ഉറപ്പിക്കാം, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത. ഇനി രണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. സ്വാഭാവികമായിട്ടും ഒരുപാട് ചുരുളുകളുള്ളതാണ് അല്ലെ. ഒരു സോളിനോയിഡ് പറഞ്ഞാൽ ഒരുപാട് ചുരുളുകളുള്ളതാണ്. ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്കറിയാം. ഈ ചുരുളുകളെ സ്വാധീനിക്കും. സ്വാഭാവികമായിട്ടും ഓരോ ടേണിനെയും സ്വാധീനിക്കും. ചുറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. ഇതിപ്പം തന്നെ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് വെച്ച് ഇപ്പം തന്നെ പഠിക്കാം. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ അല്ലെങ്കിൽ ചുറ്റുകളുടെ എണ്ണത്തെ സ്വാധീനിക്കും സോളിനോയിഡിന്റെ കാന്തശക്തി. മൂന്ന്, നേച്ചർ ഓഫ് ദി കോർ. പച്ചിരുമ്പ് കോർ. നേച്ചർ ഓഫ് ദി കോർ, കോറിന്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് തരം കോറാണ്? പച്ചിരുമ്പ് കോറാണ്. ആ കോറിനനുസരിച്ചിരിക്കും ഇതിന്റെ കാന്തശക്തി എന്ന് പറയുന്നത്. നാലാമത്തതും തിക്നെസ് ഓഫ് ദി കോർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിക്നെസ് ഓഫ് ദി കോർ എന്ന് പറഞ്ഞാൽ കോറിന്റെ തിക്നെസ് മാറുന്നതിനനുസരിച്ച് കാന്തശക്തി, സോളിനോയിഡിന്റെ കാന്തശക്തിക്ക് നല്ല വ്യത്യാസങ്ങൾ വരാം. കൂടാം, കുറയാം. അതൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അന്നേരം കോറിന്റെ ഛേദതല വിസ്തീർണത്തിനനുസരിച്ച് കാന്തശക്തി, സോളിനോയിഡിന്റെ കാന്തശക്തിക്ക് മാറ്റങ്ങൾ വരാം. അന്നേരം 4 എണ്ണം പഠിക്കാൻ എന്തോ പാടാണ്. 2 മിനിറ്റ് മതി. അന്നേരം ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ, ചുറ്റുകളുടെ എണ്ണം, നേച്ചർ ഓഫ് ദി കോർ, പച്ചിരുമ്പ് കോർ, തിക്നെസ് ഓഫ് ദി കോർ, കോറിന്റെ ഛേദതല വിസ്തീർണം. ഈ 4 ഫാക്ടേഴ്സ് അങ്ങോട്ട് പഠിച്ചാൽ 2 മാർക്ക് പോരും. 2 മാർക്ക്. അന്നേരം ഇത്രയും നമ്മൾ പഠിക്കുന്നതെല്ലാം നല്ല വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചു പോവുക. ഈ കേൾക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാ കുട്ടികളും വൃത്തിയായിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ച് അങ്ങ് എഴുതി അങ്ങ് പഠിക്കുക. പഠിച്ചതാണെങ്കിൽ ഒന്നും പഠിച്ചു, കുഴപ്പമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റൂളാണ്. ഈ റൂളോടെ പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് കവറപ്പ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യും. ഈ റൂൾ പഠിക്കാം. ഈ റൂൾ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പഠിക്കാം. ഓക്കെ. അടുത്തത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. വലത് കൈ പെരുവിരൽ നിയമം. നാണ്ടെ
കൈ താണ്ട് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ നമ്മള് ഡാൻസിനൊക്കെ സ്റ്റെപ്പ് വെക്കുന്ന പോലെ ഇങ്ങനെ കൈ പിടിക്കും. ഇത് തമ്പാണ്, ഇത് ക്ലോസ്ഡ് ഫിംഗേഴ്സ് ആണ്, ക്ലോസ് ചെയ്തേക്കുന്ന ഫിംഗേഴ്സ് ആണ്. ഇത് തള്ളവിരൽ, ബാക്കിയുള്ള വിരലുകൾ ഇങ്ങനെ പിടിച്ചേക്കും അല്ലേ. അന്നേരം ഇത്രയും കാര്യം മാത്രം 1 മിനിറ്റ് കൊണ്ട് പഠിക്കാം. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇത് ഈസി ആയിട്ട് പഠിക്കാം, +2 പഠിക്കാനുള്ളതാണ്. തമ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരെണ്ണം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും ഏതിന്റെ ഡയറക്ഷൻ ആയിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ദി ക്ലോസ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത്രയേ ഉള്ളൂ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇങ്ങനെ കൈ വെക്കുക. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് എഴുതണം, ചുമ്മാ ഇലക്ട്രിക് കറന്റ് എഴുതരുത്. ആൻഡ് ക്ലോസ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മലയാളത്തിൽ വലത് കൈ പെരുവിരൽ നിയമം, തള്ളവിരൽ, ഇതാണ് നമ്മുടെ തള്ളവിരൽ അല്ലെ. തള്ളവിരൽ ഏതിനെ? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു, വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കുന്നു. ബാക്കിയുള്ള വിരലുകളാണെങ്കിൽ കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം. അന്നേരം ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വേണം ഫിസിക്സ് പഠിക്കാൻ. 10ാം ക്ലാസ് ആയാലും +2 ആയാലും നമ്മൾ ഇങ്ങനെ പഠിക്കണം, ക്രീം പോലെ. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഉറപ്പിക്കാം, നിങ്ങൾ ഉറപ്പിച്ചു, അത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതുപോലെ നിങ്ങൾ വിചാരിച്ചു. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. 10ാം ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഉറപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം, എന്നാൽ എല്ലാം പഠിപ്പിക്കും. നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് ഇത് പഠിച്ചു, അതങ്ങ് പരീക്ഷയ്ക്ക് വരും, സംശയം വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ യൂട്യൂബിനകത്തോട് ധൈര്യമായിട്ട് കമന്റ് ഇട്ടു, ആണ്ട് ഈ സാർ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വന്നു പറയും. ഇതെല്ലാം പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഒട്ടം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാം. നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ വേണ്ട, നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇത് മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഉറപ്പായിട്ട് ചെയ്യുക. അത് ചെയ്താൽ മാത്രം മതി. ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്ന് റിവിഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം. അടുത്ത ക്ലാസ് വരെ കാണുന്നവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ. ഓക്കെ.